ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിലൊരു പലഹാരം ഉണ്ടാക്കും. അതാണ് പൂവട. അതിപ്പോൾ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. നമുക്കിന്നത് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം. 4 മണി സമയത്തിലൊക്കെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അപ്പുറത്തെ വീട്ടിലെ താത്തയും ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി എല്ലാവരും പാടങ്ങനെ വർത്താനം പറഞ്ഞ് തുറ പറഞ്ഞ് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത് അനുസരിച്ച് എടുക്കാം. നമുക്കിനി പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ ഈ പാത്രമാണ് അടുപ്പത്ത് വെക്കുന്നത്. 3 കപ്പ് പൊടിക്ക് നമ്മൾ ഒഴിക്കുന്നത് 3 കപ്പ് വെള്ളമാണ്. വേണം 3 കപ്പ് വെള്ളം ഒഴിച്ച് ഇനി അതിന് പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ പാകത്തിൻ്റെ അല്പം അധികം ഇട്ട് കൊടുക്കണം. പത്തിരിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ വെള്ളത്തിൽ മാത്രമല്ല പൊടിയിലും ഉപ്പ് പിടിക്കണ്ടേ, അതിനാണ് ഇച്ചിരി ഒരു മിൻസ് അധികം ഇട്ട് കൊടുക്കണം പറയുന്നത്. വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊടി ഇതിലേക്ക് കൊട്ടി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടി നന്നായിട്ട് എല്ലായിടത്തും നനയട്ടെ. എല്ലായിടത്തും വെള്ളം നനയട്ടെ. ഇത് കുഴക്കൽ കഴിഞ്ഞ് ഇനി നമുക്ക് ടേബിളും എടുത്ത് കൊട്ടാം. നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഒന്ന് ചൂടും ഒന്ന് ആറിക്കോട്ടെ. ഈ ചൂടോടെ തന്നെ നമുക്കൊന്ന് പൊടി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതില്ലെങ്കിൽ ചൂടാറി കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടില്ല. ഇതിന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ കയ്യിൽ ഒട്ടുകയാണെങ്കിൽ വെള്ളം മുക്കി കുഴച്ചാൽ മതി. ഇട്ടാൽ കയ്യിൽ വെള്ളം നനയ്ക്കുക. ചിലവരിത് കുഴയ്ക്കുമ്പോൾ മാവിൻ കുഴയ്ക്കാൻ വെള്ളം വെക്കണതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് അത് കോരിയെടുക്കും. കോരിയെടുത്ത് ചൂടാറാൻ വെച്ചിട്ട് ആ വെള്ളത്തിലായിരിക്കും കൈ മുക്കി കുഴയ്ക്കുക. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് കൈ മുക്കണത്. പത്തിരിക്ക് കുഴക്കണ പോലെ അങ്ങനെ നല്ല ബുദ്ധിമുട്ടി കുഴയ്ക്കൊന്നും വേണ്ട. ഒരു കുഴയണം, പക്ഷെ ഒരുവിധം നല്ല കുഴയണമെന്ന് മാത്രം. ഇത് നമ്മളിപ്പോൾ കുഴച്ച് കഴിഞ്ഞ് മാവ് കുഴക്കൽ കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോട്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട സാധനം റെഡിയാക്കി എടുക്കാം. നമുക്കിനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ശർക്കരയിൽ ചിലപ്പോൾ കരടോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങ് എടുത്ത് കളയാമല്ലോ, അതിനാണ്. ശർക്കര ഇപ്പോൾ ഉരുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഉരുക്കണത് എന്താന്ന് പറഞ്ഞാൽ നമ്മളതിൽ കരടോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോവാനാണ്. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഉരുക്കലൊന്നുമില്ല. പക്ഷെ ഓരോരോ സാധനം നല്ല ഫ്രഷ് സാധനമായിരിക്കും. ഇപ്പോഴത്തെ പോലെ കരടും മണ്ണൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാ സാധനത്തിലും കരടും മണ്ണൊക്കെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉരുക്കണത്. ഞാനിവിടെ 2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ചിരണ്ടിയ തേങ്ങ. അതിന് ഞാൻ ഇടുന്നത് 3/4 കപ്പ് ശർക്കരയാണ് ഇടുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വെച്ചാൽ ഇടാം. അതിലൊരു തുള്ളി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ലേശം വെള്ളമാണ് ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു 1/4 കപ്പ് അളവിൽ. ഇനി നമുക്കിത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കര കണ്ടില്ലേ, നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമുക്കിതിനി ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിതിലൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്കിതിൽ ലേശം അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് ഇതാവട്ടെ. ഇതൊന്നും ഇട്ട് കൊടുക്കണ്ട, ഇത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. പക്ഷെ വീട്ടിലുണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇടണമെന്നൊന്നുമില്ല. ഇതിവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇടുന്നതാണ്. ഇനി നമുക്ക് ഈ ലേശം മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ മുന്തിരിയും കൂടി ഒന്ന് നല്ലപോലെ വീർത്ത് വരട്ടെ.
ഇപ്പം മുന്തിരി നല്ല വീർത്തിട്ടുണ്ട്. നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് തേങ്ങയാണ് കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, കരടും മണ്ണൊക്കെ ഉണ്ട് ഇതിൽ. നമ്മൾ ശർക്കര ഉരുക്കിയത് കൊണ്ട് ലേശം കൂടി ഒന്ന് തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. നമുക്കിതിൽ ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തത് നമ്മൾ കഴിക്കുമ്പോൾ ഏലക്കപ്പൊടിയുടെ മണമും മുന്തിരിപ്പരിപ്പിൻ്റെ രസമും അണ്ടിപ്പരിപ്പിൻ്റെ രസമും ഒക്കെപ്പാടെ മധുരം ഒക്കെപ്പാടെ നല്ലൊരു കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഏലക്കയുടെ ഒരു മണം ഉണ്ടാവും. അതുകൊണ്ടാണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്കിതിനി ഇറക്കി വെക്കാം. ആ അടുപ്പത്ത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെക്കാം. അപ്പം നമ്മൾ പൂവട ഉണ്ടാക്കി അതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് ഇങ്ങനെ പൂട്ടി വെക്കുമ്പോഴത്തേക്ക് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി കിടക്കും. അതുകൊണ്ടാണ് ഈ പരിപാടി. ഇനി നമുക്ക് അങ്ങോട്ട് തിരിയാം. കുഴച്ച് വെച്ച പൊടി നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ കുഴച്ചെടുക്കാം പതുക്കെ. ഒരു കഷ്ണം എടുക്കാം. എടുത്തിട്ട് നമുക്കിതിൽ നമുക്ക് ഈ ടേബിളുമ്മ കുറച്ച് പൊടി വിതറാം. അതെന്തിനാ വെച്ചിട്ടാ, നമ്മൾ ഒരു ഉരുളകളാക്കി ഇതിലിടാം. അതാ ഓരോരോ ഉരുളകളാക്കി നമുക്ക് ഇതിൽ വെക്കാം. അതെന്തിനാ വെച്ചിട്ടാ, പൊടി ഇട്ടത് ടേബിളുമ്മ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. നമ്മൾ പത്തിരി എടുക്കുന്നതിൻ്റെ ഒരു ഇച്ചിരി കൂടി വലുപ്പത്തിലെടുക്കുക, അല്ലെങ്കിൽ ആ വലുപ്പത്തിലെടുത്താലും മതി. എല്ലാതെ നമുക്കിങ്ങനെ ഉരുളകളാക്കി ഇടാം. എല്ലാ മാവ് നമ്മൾ ഉരുട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ആദ്യം നമുക്ക് കയ്യിൽ വെച്ച് ഒന്ന് നെക്കിയെടുക്കാം. ഇനി നമുക്ക് പരത്താം. വല്ലാതെ നൈസാവണ്ട കേട്ടോ. ഒരു നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തില്ല ആ കനായി ഉണ്ടായിക്കോട്ടെ. ഇതിപ്പോൾ പരത്തി കഴിഞ്ഞാൽ നമുക്കിത് ചപ്പാത്തീനെ ആ കനത്തിലാണ് പരത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ചപ്പാത്തിയുടെ ഒരു കനമാണ് നമ്മൾ പരത്തിയിട്ടുള്ളത്. ഇത് നമുക്കിനി പൂവടാക്കിയെടുക്കാം. ഇതാ ഈ സാധനം കണ്ടിട്ടുണ്ടാ? ഇത് മിക്കവാറും വീട്ടുകളിൽ ഉണ്ടാവും. ഇപ്പോഴത്തെ മക്കൾക്ക് ഇത് എന്താ സാധനം എന്നറിയില്ല. വീട്ടിലുണ്ടാവും. അവരിങ്ങനെ പിടിച്ച് നോക്കും, ഇതെന്താ സാധനം, എന്താ സാധനം. ഇതാണ് പൂവട ഉണ്ടാക്കുന്ന സാധനമാണ്. പൂവട ഉണ്ടാക്കുന്ന അച്ചാണിത്. ഇതിൽ നമുക്കിനി വെച്ച് പൂവട ഉണ്ടാക്കാം. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ ലേശം എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ പുരട്ടിയില്ലെങ്കിൽ വരില്ല, നല്ല കട്ടിയായിട്ടായാലും ഉള്ളിൽ പിടിച്ചിരുന്നാലോ. അപ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും. അതിനാണ് എണ്ണ പുരട്ടി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സാധനം എടുത്ത് ഇതിലിങ്ങനെ വെക്കാം. ഈ കുഴിയുള്ള ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു വശത്ത് ഈ മസാല ലേശം ഇതിൽ വെച്ച് കൊടുക്കാം. ഒരു വശത്ത് വെച്ച് കൊടുത്തിട്ട് ഇത് കയ്യിലെടുത്തിട്ട് ഒന്നുകൂടി ഇതിങ്ങനെ സൈഡിലാക്കി ഇങ്ങനെ എടുക്കുക. എടുത്തിട്ടിതാ ഇങ്ങനെ നമുക്ക് പൂട്ടി കൊടുക്കാം. പൂട്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് നെക്കി കൊടുക്കുക. അപ്പോൾ മറ്റതൊക്കെ അങ്ങനെ പുറത്ത് വരും. നമ്മുടെ പൂവട മാത്രമായിട്ട് അടുത്തത് വരും. കണ്ടില്ലേ, ഒരു ഡിസൈനായിട്ടൊക്കെ വന്നിട്ടുള്ളത് കണ്ടില്ലേ. നമുക്ക് എല്ലാതും ഇങ്ങനെ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ അച്ചില്ലാതെ എങ്ങനെ പൂവട ഉണ്ടാക്കുകയാണ് നമുക്ക് കാണാം. ഇങ്ങനെ റൗണ്ടിൽ പരത്തിയിട്ട് ഇങ്ങനെ കൈമ വെക്കുക. വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ മസാല വെച്ച് കൊടുക്കുക. ഇതാ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നമുക്കിതിലൊരു ഡിസൈൻ വെച്ച് കൊടുക്കാം.
ഇതാണ് കൈ കൊണ്ട് അച്ചില്ലാതെ ഉണ്ടാക്കുന്ന പൂവട. അങ്ങനെ പരത്തി നമ്മൾ എല്ലാതും ഇതേപോലെ പൂവടാക്കി എടുത്തിട്ടുണ്ട്. അയ്യോ വെള്ളം തിളച്ചിട്ടുണ്ടല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ പരത്തിയൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് വെള്ളം തിളയ്ക്കുമെന്ന്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒന്നൊന്നായിട്ട് പിറക്കി വെക്കാം. വെക്കുമ്പോൾ നോക്കി വെക്കണേ, പാത്രത്തിൻ്റെ ഓട്ടയിൽ കൂടെ ആവി കൈ തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നോക്കി വെക്കണം. ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്, ഇത് കണ്ടില്ലേ. അത് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇപ്പം എല്ലാതും വെച്ച് കഴിഞ്ഞ് നമുക്കിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിനി അവിടെ ഇരുന്ന് വെന്തോട്ടെ. ഒരു 15 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റ് വരെ വേവിക്കാം. അതിൻ്റെ മേലെ പോകണ്ട, അതുവരെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പൂവട വെന്തിക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് വെച്ചിട്ട്. അയ്യോ നല്ല സൂപ്പറാണ് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ പൊട്ടിയത് കുഴപ്പമൊന്നുമില്ല, അതേപടി ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടോടെ എടുത്താൽ പൊട്ടിപ്പോവും. നന്നായിട്ട് ചൂടാറിയിട്ട് എടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൂവട റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കണം. ചായക്ക് കടിക്കൊക്കെ ബെസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.